കാനഡയും നോർവേയും മുഴുവൻ സ്വർണവും വിറ്റഴിച്ചു. ഇരു രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് കരുതൽ ശേഖരത്തിൽ സ്വർണമില്ല എന്നതാണ് പ്രത്യേകത. ഒരു കരുതൽ ആസ്തിയായാണ് സ്വർണത്തെ കണക്കാക്കുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവയ്ക്കിടയിൽ പല രാജ്യങ്ങളും സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ കാനഡയും നോർവേയും വ്യത്യസ്തരാണ്. കരുതൽ ആസ്തിയായി സ്വർണത്തെ കണക്കാക്കിയിട്ടില്ല. ഇരു രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്ക് കരുതൽ ശേഖരത്തിൽ ഒരു തരി പോലും സ്വർണമില്ല എന്നതാണ് വാസ്തവം. കേന്ദ്ര ബാങ്കുകളുടെ സ്വർണശേഖരം അടുത്ത 12 മാസത്തിനുള്ളിൽ വർദ്ധിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള സ്വർണത്തിന്റെ കഴിവാണ് കൂടുതൽ സ്വർണം വാങ്ങാനുള്ള പ്രധാന കാരണം. എന്നാൽ വ്യത്യസ്തമാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും നിലപാട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്ന് കാനഡയാണ്. വിപുലമായ ഖനന വ്യവസായം ഇവിടെയുണ്ട്. എന്നാൽ കാനഡയുടെ ഔദ്യോഗിക അന്താരാഷ്ട്ര കരുതൽ ശേഖരത്തിൽ സ്വർണമില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ രാജ്യത്തെ കേന്ദ്ര ബാങ്കിന്റെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും വിറ്റഴിച്ചു. സ്വർണശേഖരം സൂക്ഷിക്കുന്നതിനു പകരം US ട്രഷറി സെക്യൂരിറ്റികൾ, സർക്കാർ ബോണ്ടുകൾ, പണമാക്കി മാറ്റാവുന്ന ആസ്തികൾ കൈവശം വയ്ക്കാനാണ് തീരുമാനം. രാജ്യത്തിന്റെ ആസ്തി ബാധ്യതയ്ക്ക് സ്വർണം അനുയോജ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. 2ാം ലോക മഹായുദ്ധകാലത്ത് രാജ്യത്തിന്റെ സമ്പദ് സുരക്ഷിതമാക്കാൻ സ്വർണം കൈവശപ്പെടുത്തിയ രാജ്യമാണ് നോർവേ. ഏകദേശം 50 ടൺ സ്വർണം UK-യിലേക്കും US-ലേക്കും നോർവേ മാറ്റിയിരുന്നു. ഇപ്പോൾ സ്വർണം മുഴുവനായി കൈവശം വയ്ക്കേണ്ട നിലപാടിലാണ് നോർവേ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.